ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കേരാമ്പാറ നേർച്ചയുണ്ടോ. അപ്പോൾ ഇവിടെ പാലക്കാട് ജില്ലയിലാണ് ഈ നേർച്ച നടക്കുന്നത്. നമുക്ക് റൈറ്റ് സൈഡ് കാണാം കേരാമ്പാറ നേർച്ചപ്പെട്ടി എന്നെല്ലാം കാണാം. ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാണ്ട് ഈ പാറകളെല്ലാം ഒരുപാട് കീറി അങ്ങോട്ട് എത്താണ്ട് അവിടെ നമുക്ക് കേരാമ്പാറ മക്കാമുണ്ട് കാണാം. അവിടെ കേരാമ്പാറ തങ്ങൾ എന്നാണ് മക്കാമിൽ അറിയപ്പെടുന്നത്. നോക്കുട്ടിയൊക്കെ നല്ല കളിയിലാണ്. നോക്കോ എങ്ങനെ കളിക്കുക. ഹായ് പറ, ഹായ്. ഇതിന് മുകളിലും കുറേ വീടുകളെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ അവർക്ക് വണ്ടിയൊന്നും പോയില്ല. ഇവിടെ താഴത്തെ വണ്ടിയെല്ലാം വെച്ചിട്ട് നടന്നു വരണം. ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ അതിന് കുറച്ച് മുകളിലായിട്ട് വീടുകളെല്ലാം ഉണ്ട്. കുട്ടിനെയൊക്കെ എടുത്തിട്ട് കയറുക പറഞ്ഞാൽ നല്ലൊരു ടാസ്ക്കാണ്. ഈ വഴി കൂടെയാണ് ഇപ്പോൾ ഇങ്ങനെ കയറി വന്നത്. ഇനി നമുക്കിങ്ങനെ കയറി പോകാണ്ട്. പാറേൻ്റെ മുകളിലായിട്ടൊരു ചെറിയൊരു മരമുണ്ട്. അത് നല്ല ലൈറ്റെല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഈ നല്ല ഡേഞ്ചറാണ്. ഈ കയറ് കെട്ടിയതിൻ്റെ അപ്പുറമൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഡേഞ്ചറാണ്. വീണ് കഴിഞ്ഞാൽ അത്രയും വലിയൊരു പൊക്കയാണ്. 2-3 ഐസ്ക്രീം വണ്ടികളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വരണമെങ്കിൽ പ്രൈവറ്റ് സ്ഥലത്തിൽ കൂടെ, ഒരാളുടെ സ്ഥലത്തിൽ കൂടെ അങ്ങനെ കയറി ഒരുപാട് ചുറ്റി വരണം ഈ മുകളിലോട്ട് വരെ. ഇനി അതി വന്ന വണ്ടി കൊണ്ട് നിങ്ങൾക്ക് ഇവിടേക്ക് വരണമെങ്കിൽ ഈ കേരാമ്പാറ മക്കാമിൽ എത്തണമെങ്കിൽ ഞാൻ അതിൻ്റെ ലൊക്കേഷൻ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇല്ല അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അയച്ചു തരാം. ഇവിടെ ആയിരക്കണക്കിന് വിളക്കുകൾ കൂട്ടി വെച്ച് കാണാം. അതൊക്കെ ഓരോരുത്തരും ഇവിടെ വന്ന് നേർച്ചയാക്കി അവരുടെ കാര്യമെല്ലാം സാധിക്കുമ്പോൾ അവർ കൊണ്ടുവന്ന് നേർച്ചയായിട്ട് വിളക്കൊക്കെ വെച്ചിട്ട് പോകുന്നതാണ് കേട്ടോ. നമുക്കിവിടെ വെക്കാൻ സ്ഥലമില്ലാത്ത കാരണം ഒന്നായിട്ട് കൊണ്ട് ഒരു ഭാഗത്ത് കൂട്ടി വെച്ചിരിക്കും. وجعل يهزم في فرزالي ذلك ووجدت من ذلك أمرا عظيما ولما علمت في. ഈ നേർച്ചയ്ക്ക് വന്ന് എല്ലാവർക്കും ഇവിടെ രാത്രി ഭക്ഷണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെ കൊണ്ടുവരുന്ന വെള്ളമുണ്ട്, കൈ കഴുകാനും കുടിക്കാനും ആയിട്ടുള്ള വെള്ളമാണ്. ഇപ്പോൾ വെള്ളത്തിന് സൗകര്യമൊന്നുമില്ല അപ്പോൾ ഇവിടെ. അപ്പോൾ അതെല്ലാം കുറച്ച് ദൂരത്തുനിന്ന് വണ്ടിയിൽ കയറ്റി ടാങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഞങ്ങളിവിടെ ഭക്ഷണമെല്ലാം ഇറക്കി വണ്ടിയിൽ നിന്ന് ഇറക്കിയൊക്കെ ഒന്ന് സെറ്റാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ച് ടൈമായി. അപ്പോൾ ഇനി എല്ലാം അത് സെറ്റാക്കുന്ന ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഈ നേർച്ച ദിവസം രാവിലെ മുതൽ ഒരു 3 മണി, ഏകദേശം ഒരു 2-3 മണി വരെ അന്നദാനം കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാ വീടുകളിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളിലുള്ള എല്ലാവരും ആ നേർച്ച ചോറ് മേടിക്കാൻ വരും. അത് നെയ്ച്ചോറും കാച്ചാറും ആയിരിക്കും. ഏകദേശം ചോറ് തന്നെ ഒരു 100 പറയോളം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ആളുകളെല്ലാം കൂടുന്ന ഒരു നേർച്ചയാണത്. അങ്ങനെ എല്ലാവർക്കും ഭക്ഷണമെല്ലാം കൊടുത്തതിന് ശേഷം ഞങ്ങൾ കഴിക്കാനുണ്ട്. എന്റെ അമ്മയ്ക്ക്
Ah.